മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിന്റെ ആദ്യ 2 എപ്പിസോഡുകളിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിന്റെ തുടർച്ചയാണ്. തീർച്ചയായും ആദ്യ 2 എപ്പിസോഡുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ 3ാമത്തെ എപ്പിസോഡ് കാണുക. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ 100% ഷുവർ ആണ് ഈ വർഷത്തെ ഹയർ സെക്കൻഡറി എക്സാമിനേഷന്. സോ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ, ലെറ്റ് എ ആൻഡ് ബി ആർ 2 events associated with the same random experiment. എയും ബിയും ഒരേ റാൻഡം എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട 2 ഡിഫറന്റ് ഇവന്റ്സ് ആണ്. Then these 2 events are said to be independent if probability of A intersection B equal to probability of A into probability of B. എന്താണ് കഥ? Let A and B be 2 events associated with the same random experiment. Then these events are said to be independent if condition probability of A intersection B equal to probability of A into probability of B. By 2 events independent എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പ്രൂവ് ചെയ്താൽ മതി? Probability of A intersection B equal to probability of A into probability of B. Similarly, if A, B, C are 3 events associated with the same random experiment, then these events are mutually independent. ഈ 3 ഇവന്റ്സും മ്യൂച്വലി ഇൻഡിപെൻഡന്റ് എന്ന് പറയണമെങ്കിൽ കണ്ടീഷൻ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു എന്തായിരിക്കും? പറഞ്ഞോളൂ. പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് സി. So 3 events A, B, C are said to be mutually independent if condition probability of A intersection B intersection C equal to probability of A into probability of B into probability of C. Simple അല്ലേ? ഈ സിമ്പിൾ ആശയം ബേസ് ചെയ്താണ് ഇന്നത്തെ പ്രോബ്ലംസ്. So 2 events independent എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? Probability of occurrence of first event is not affected by probability of occurrence of second event. രണ്ടും എന്താണ്? ഇൻഡിപെൻഡന്റ് വേർഡിൽ തന്നെ ഉണ്ട്. സോ എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ നിങ്ങൾക്കറിയാം. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. Probability of A equal to 3/5. Probability of B equal to 1/5. Find probability of A intersection B if A and B are independent events. Simple question alle. Since A and B are independent events, we have probability of A intersection B equal to എന്താണ് കണ്ടീഷൻ? Probability of A into probability of B. കഴിഞ്ഞു. Probability of A ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3/5 into probability of B 1/5. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3/25 which is the answer. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. One word question. Question. If probability of A equal to 3/5, probability of B equal to 3/10, probability of A intersection B equal to 1/5, are the events A and B are independent. A എന്ന ഇവന്റും B എന്ന ഇവന്റും ഇൻഡിപെൻഡന്റ് ആണോ? 2 ഇവന്റ് എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ what is the condition? Probability of A intersection B equal to probability of A into probability of B. അപ്പോൾ നമുക്ക് ഇവിടെ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ probability of A into probability of B കണ്ടെത്തുക. അത് എന്തിന് ഈക്വൽ ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് ഈക്വൽ ആണെങ്കിൽ ഇൻഡിപെൻഡന്റ്. അത്രേ ഉള്ളൂ. സോ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ദാറ്റ് ഈസ് 3/5 ഇൻറ്റു 3/10 which is equal to 3/5 into 3/10 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും 9/50 എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് ഈക്വൽ ആണോ? അല്ല. which is not equal to probability of A intersection B. Here probability of A intersection B 1/5 ആണ്. So P of A into P of B not equal to probability of A intersection B. Therefore A and B are എന്താണ്? Not independent. A and B are not independent.
question. If P of A equal to 1 by 2, P of B equal to 7 by 12 and probability of not A or not B equal to 1 by 4 are A and B independent events. A യും B യും ഇൻഡിപെൻഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു P of A into P of B ആയിരിക്കണം. P of A ഉണ്ട്, P of B ഉണ്ട്, എന്തില്ല? പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഇല്ല. അത് കണ്ടെത്തണം. അതിനു വേണ്ടി എന്ത് തന്നിട്ടുണ്ട്? പ്രോബബിലിറ്റി ഓഫ് നോട്ട് A or not B equal to 1 by 4. ഇതിൽ നിന്ന് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എന്ത് കണ്ടെത്തണം? ആദ്യം പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. അതിനുവേണ്ടി ഇവനെ മാത്തമെറ്റിക്കൽ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ആൻഡ് ഇവന്റ് A എന്ന് പറഞ്ഞാൽ A കോംപ്ലിമെന്റ്, ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ. നോട്ട് ദ ഇവന്റ് B എന്ന് പറഞ്ഞാൽ B കോംപ്ലിമെന്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 4. ലെഫ്റ്റ് സൈഡ് ഇതിനെ മാത്തമെറ്റിക്സിന്റെ ഭാഷയിലോട്ട് കൺവെർട്ട് ചെയ്തു, അത്രമാത്രം. നെക്സ്റ്റ് പ്രോബബിലിറ്റി ഓഫ് സെറ്റ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു ഡി മോർഗൻസ് ലോ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിനെ എങ്ങനെ എഴുതാം? എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. കോംപ്ലിമെന്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞ് സെന്ററിൽ യൂണിയൻ ആണെങ്കിൽ അത് തിരിച്ച് ഹോൾ കോംപ്ലിമെന്റ് എഴുതുമ്പോൾ യൂണിയൻ ഇന്റർസെക്ഷൻ ആവും, ഇന്റർസെക്ഷൻ ആണെങ്കിൽ തിരിച്ച് യൂണിയൻ ആകും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ, സെറ്റ് എന്ന ചാപ്റ്ററിൽ കഴിഞ്ഞ വർഷം ഡി മോർഗൻസ് ലോ. അതുകൂടാത്തവർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിക്കാം. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ആ കഥയാണ് ഞാൻ ഇവിടെ എഴുതിയത്. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിന്റെ പ്ലേസിൽ എന്ത് കൊടുത്തു? എ ഇന്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 by 4. വീണ്ടും കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച മറ്റൊരു പ്രോപ്പർട്ടി, പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് കോംപ്ലിമെന്റ് കളഞ്ഞെഴുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി the whole complement equal to 1 minus probability of A intersection B എന്ന് എഴുതാം. P of ഇത് A എന്ന് വിചാരിക്കുക, A complement that is equal to 1 minus P of A. A എന്ന് പറഞ്ഞാൽ A intersection B. സിമ്പിൾ ആണ്. is equal to 1 by 4. 1 ഈ പ്ലസ് 1 by 4 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 1 by 4 ഈക്വൽ ടു ഇത് റൈറ്റ് ഹാൻഡ് സൈഡിൽ പോകുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് A intersection B. Simplify ചെയ്യുമ്പോൾ 4 minus 1 3 by 4 equal to probability of A intersection B എന്ന് കിട്ടി. ഇപ്പോൾ ഇത് കഴിഞ്ഞ പ്രോബ്ലം പോലെ ആയി. Now P of A into P of B കണ്ടെത്തുക. equal to P of A ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 by 2 into P of B എന്താണ്? 7 by 12 equal to 7 by എന്ത് കിട്ടി? 24. അത് ഇതിന് തുല്യമാണോ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 3 by 4 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും 7 by 24 ഒന്നല്ല എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ എന്താണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. Therefore A and B are not independent events എന്ന് എഴുതിയാൽ പോലെ. വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 പ്രോബ്ലംസ് ആണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. ഇഫ് probability of A equal to 0.3, probability of B equal to 0.4, then find probability of A intersection B. Second one, probability of A union B. Third one, probability of A given B. Fourth one, probability of B given A, where A and B are independent events. ഇവിടത്തെ ഇവന്റ് എയും ബിയും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. സോ നമുക്ക് എന്തറിയാം? സിൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, കണ്ടീഷൻ probability of A intersection B equal to probability of A into probability of B എന്ന് എഴുതാം. Now first case. First case എന്താണ്? We have to find probability of A intersection B. Very simple. Probability of A intersection B equal to probability of A into probability of B എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. So which is equal to P of A എന്താണ്? 0.3 into P of B എന്താണ്? 0.4. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12. 2 പ്ലേസ് മാറ്റി ഡോട്ട് ഇടുക. 0.12 which is the answer. Second part, we have to find probability of A union B. കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു ഫോർമുല.
probability of A plus probability of B minus probability of A ഇവിടെ യൂണിയൻ ആണെങ്കിൽ അവിടെ എന്താണ് ഇന്റർസെക്ഷൻ B is equal to P of A എന്താണ് 0.3 plus P of B 0.4 minus probability of A intersection B that is 0.12. കാൽക്കുലേറ്റർ കൊണ്ട് വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് 30 ഇത് 40 അല്ലെ, രണ്ട് ഡെസിമൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ 30 40 70 70 നിന്ന് 12 കുറച്ചാൽ 58, രണ്ട് പ്ലേസ് മാറ്റി ഡോട്ട് ഇടുക 0.58 അല്ലെ, 0.30 പ്ലസ് 0.40 0.70 0.70 എന്ന് 0.12 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും 0.58 എന്ന് കിട്ടും. സിമ്പിൾ ആണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യൂ, അത്രേ ഉള്ളൂ, സംഗതി കഴിഞ്ഞു. നെക്സ്റ്റ് തേർഡ് പാർട്ട്, we have to find probability of A given B is equal to conditional probability. നിങ്ങൾക്കറിയാം probability of A given B കാണുന്ന ഫോർമുല probability of A intersection B by probability of താഴെ ഇരിക്കുന്ന ഇവന്റ് B is equal to, here A and B are independent എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ probability of A intersection B യുടെ പ്ലേസിൽ എന്ത് കൊടുക്കാം, P of A into P of B, probability of A into probability of B by ഡിനോമിനേറ്ററിൽ എന്തുണ്ട് പ്രോബബിലിറ്റി ഓഫ് ബി, അവ തമ്മിൽ ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും P of A that is equal to, എന്താണ് P of A ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.3. ഇത് ഡയറക്റ്റ് ആയിട്ട് ഫോർമുല ആയിട്ട് തന്നെ പഠിക്കാം. If A and B are independent events, then probability of A given B എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും P of A, probability of the event A ആയിരിക്കും. അതൊരു സ്റ്റാൻഡേർഡ് ഫോർമുലയാണ്, ഇതേപോലെ സിംപ്ലിഫയബിൾ കിട്ടും. സോ P of A given B equal to എന്ത് തന്നെയാണ് P of A which is equal to here 0.3. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫോർമുല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. probability of B given A എന്തായിരിക്കും, probability of A given B P of A ആണെങ്കിൽ probability of B given A എന്തായിരിക്കും probability of B. കണ്ടീഷൻ ഉണ്ട്, if A and B are independent events. A യും B യും independent events ആണെങ്കിൽ P of B given A എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് P of B that is equal to 0.4. വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. P of B given A എന്ന് പറഞ്ഞാൽ P of A intersection B by P of A എന്ന് വരും. P of A into P of B by P of A. P of A ക്യാൻസൽ ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത് P of B കിട്ടുന്നത്. അതാണ് പ്രൂഫ്. വേണമെങ്കിൽ എഴുതിക്കോളൂ, സ്റ്റാൻഡേർഡ് റിസൾട്ട് ആയിട്ട് പഠിച്ചാലും മതി. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ. If probability of the event A equal to 1/2, probability of A union B equal to 3/5 and probability of B equal to K, then find value of K if A and B are independent events. A and B independent events ആണെങ്കിൽ what is the value of K? That means what is the probability of the event B? അതാണ് ഇവിടെ കാണേണ്ടത്. അതിനുവേണ്ടി എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ, A യും B യും ഇൻഡിപെൻഡന്റ് ആണ്. We have, since A and B are independent events, probability of A intersection B equal to probability of A into probability of B എന്ന് അറിയാം. Now given ക്വസ്റ്റ്യനിൽ ഒരു വാല്യൂ തന്നിട്ടുണ്ട്, എന്താണ് probability of A union B equal to എന്താണ് 3/5. ലെഫ്റ്റ് സൈഡിൽ probability of A union B കാണുന്ന ഫോർമുല എഴുതുക, P of A plus P of B minus P of A intersection B equal to എന്താണ് 3/5. ലെഫ്റ്റ് സൈഡിൽ വീണ്ടും അറിയാവുന്ന വാല്യൂസ് കൊടുക്കുക. P of A എന്താണ് 1/2 plus P of B that is equal to എന്താണ് K, അതാണ് നമുക്ക് കാണേണ്ടത്, മൈനസ് P of A intersection B യുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം P of A into P of B. P of A എന്ന് പറഞ്ഞാൽ 1/2 into P of B. P of B എന്ന് പറഞ്ഞാൽ K. പിടികിട്ടിയായിരുന്നോ? equal to 3/5. P of A 1/2. P of B എന്ന് പറഞ്ഞാൽ എന്താണ് K. അടുത്ത മൈനസ് P of A intersection B. അവിടെ എന്താണ് കൊടുക്കേണ്ടത് P of A into P of B. P of A എന്ന് പറഞ്ഞാൽ 1/2 into P of B എന്ന് പറഞ്ഞാൽ K. കഴിഞ്ഞു. നമുക്ക് കാണേണ്ടത് K യുടെ വാല്യൂ ഇല്ലേ. സോ 1/2 പ്ലസ് K മൈനസ് K/2. K യിൽ നിന്ന് K/2 കുറച്ചാൽ K/2, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തോളൂ, ഈക്വൽ ടു എന്താണ് 3/5. That is K/2 equal to right hand side 3/5 plus 1/2 അപ്പുറത്ത് പോകുമ്പോൾ minus 1/2 equal to, simplify ചെയ്യുമ്പോൾ 3 into 2 6 minus 5 എഴുതണോ? എഴുതാം. 6 minus 5 by 5 into 2 10. That is എന്ത് കിട്ടി 1/10 എന്ന് പറഞ്ഞ് രണ്ട് വരയും വരച്ച് നിർത്തി വെക്കളരുത്. ഈ കിട്ടിയത് എന്താണ് K/2 ന്റെ വാല്യൂ ആണ്. എന്താണ് ഇപ്പോൾ കിട്ടിയത് K/2 equal to 1/10.
എങ്കിൽ k ഈക്വൽ ടു എന്താണ് കോസ് മൾട്ടിപ്ലൈ 2/10 ദാറ്റ് ഈസ് 1/5. ഞാൻ വെറുതെ പറഞ്ഞതല്ല, പല കുട്ടികൾക്കും ഈ അബദ്ധം പറ്റാറുണ്ട്. k/2 ഈക്വൽ ടു ഇവിടെ വെച്ച് അങ്ങ് സ്റ്റോപ്പ് ചെയ്യും, കാരണം ഈക്വൽ ടു ഇട്ട് ചെയ്തു പോകുമ്പോൾ ശ്രദ്ധിക്കുക അല്ലെ, വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുക. സോ ആൻസർ k ഈക്വൽ ടു എന്താണ് 1/5. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സിമ്പിൾ ആണ്, സിംപ്ലിഫിക്കേഷൻ അറിയാമെങ്കിൽ. ക്വസ്റ്റ്യൻ, ഇഫ് P of A equal to 1/2, P of A union B equal to 3/5 and P of B equal to K, then find value of K if A and B are mutually exclusive. കഴിഞ്ഞ അതേ പ്രോബ്ലം കണ്ടീഷൻ ഒന്ന് മാറ്റിപ്പിടിച്ചു. നേരത്തെ A and B are independent events എന്ന് പറഞ്ഞു. ഇവിടെ A and B are എന്താണ്? mutually exclusive. ഇത് +1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. Two events A and B are mutually exclusive. Then what is the condition? A intersection B equal to null set. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കാണണം? K യുടെ വാല്യൂ കണ്ടെത്തണം. സോ ആദ്യം സിൻസ് A and B are mutually exclusive, A intersection B equal to null set. ഈ കണ്ടീഷൻ ആണ് നമുക്ക് K യുടെ വാല്യൂ കാണാൻ വേണ്ടി തന്നിട്ടുള്ളത്. Given നേരത്തെ ചെയ്തതുപോലെ എന്ത് തന്നിട്ടുണ്ട്? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B equal to probability of A union B എന്താണ്? 3/5. ലെഫ്റ്റ് സൈഡിൽ probability of A union B കാണുന്ന ഫോർമുല P of A plus P of B minus P of A intersection B equal to 3/5. P of A നിങ്ങൾക്കറിയാം 1/2 plus P of B എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ K, അതാണ് കണ്ടെത്തേണ്ടത്. മൈനസ് probability of A intersection B. A intersection B എന്ന് പറഞ്ഞാൽ null set equal to 3/5. നിങ്ങൾക്കറിയാം K ഈക്വൽ ടു ഒറ്റ സ്റ്റെപ്പിൽ എഴുതാം. റൈറ്റ് ഹാൻഡ് സൈഡ് 3/5 എഴുതി, പ്ലസ് 1/2 അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് 1/2. ഇവന്റെ വാല്യൂ എന്താണ്? 0. പ്രോബബിലിറ്റി ഓഫ് നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഇത് 0 ആയി. സോ K ഈക്വൽ ടു 3/5 മൈനസ് 1/2. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 6 മൈനസ് 5 ദാറ്റ് ഈസ് 1/10 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇഫ് A and B are independent events, then prove that A and B complement are independent. A യും B യും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ A യും B കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കുമെന്ന് പ്രൂവ് ചെയ്യണം. സോ എന്താണ് ഗിവൺ കണ്ടീഷൻ? A യും B യും ഇൻഡിപെൻഡന്റ്. That means since A and B are independent events, we have probability of A intersection B equal to P of A into P of B എന്ന് എഴുതാം. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? A യും B കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? A യും B കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യണം. That means we have to prove that probability of A intersection B complement equal to P of A into P of B complement എന്ന് പ്രൂവ് ചെയ്യണം. A യും B യും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ P of A intersection B equal to P of A into P of B. അപ്പൊ A യും B കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് പ്രൂവ് ചെയ്യണം? പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഈക്വൽ ടു P of A into P of B കോംപ്ലിമെന്റ്. അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവന്റെ ഫോർമുല നിങ്ങൾക്കറിയാം. ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ സൂചിപ്പിച്ചു, +1 പഠിച്ചു. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് A മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. സ്റ്റാൻഡേർഡ് റിസൾട്ട് അതുപോലെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. which is equal to P of A minus what is probability of A intersection B? Here A and B are independent. So P of A intersection B യുടെ പ്ലേസിൽ എന്ത് കൊടുക്കാം? P of A into P of B. So P of A intersection B എന്ന് പറഞ്ഞാൽ P of A into P of B. That is equal to, ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് A ഉണ്ട്, ഇവിടെയും പ്രോബബിലിറ്റി ഓഫ് A ഉണ്ട്. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് P of A ഔട്ട്സൈഡ് എടുത്താൽ എന്ത് സംഭവിക്കും? P of A കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ നിന്നും P of A ഔട്ട്സൈഡ് എടുത്തു. P of A ഔട്ട്സൈഡ് എടുത്താൽ ഹിയർ 1 മൈനസ് ഇവിടെ P of A പോയി കഴിഞ്ഞാൽ P of B equal to P of A into what is 1 minus P of B. നിങ്ങൾക്കറിയാം പ്രോബബിലിറ്റി ഓഫ് A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 minus P of A. എങ്കിൽ 1 minus P of B എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് B കോംപ്ലിമെന്റ്. അപ്പോൾ 1 minus P of B യുടെ പ്ലേസിൽ എനിക്ക് എന്ത് കൊടുക്കാം? പ്രോബബിലിറ്റി ഓഫ് B കോംപ്ലിമെന്റ്. എനിക്ക് എന്ത് കിട്ടി? പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ഈക്വൽ ടു P of A into P of B കോംപ്ലിമെന്റ് എന്ന് കിട്ടി. Therefore A and B കോംപ്ലിമെന്റ് എന്താണ്? ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എന്ന് നിസ്സംശയം പറയാം. ശരിയല്ലേ? പ്രൂഫ് ഇമ്പോർട്ടന്റ് ആണ്. 1-2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്.
സോ ഞാൻ ഇവിടെ എന്താ ചെയ്തത്? എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. സിമിലർലി if A and B are independent events, then we can prove that A complement and B are also independent. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി വിടുകയാണ്. ഇതേപോലെ പ്രൂവ് ചെയ്യാം. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുപോലെ തിരിച്ച് എ കോംപ്ലിമെന്റും ബിയും എന്തായിരിക്കും? ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പ്രൂഫ് നിങ്ങൾക്ക് വിടുന്നു. ഇത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യൻ, another important question. If A and B are independent events, then prove that A complement and B complement are independent. കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്തായിരുന്നു? എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്തു. ഇവിടെ എന്താണ്? എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് എന്ന് പ്രൂവ് ചെയ്യണം. Again, since A and B are independent events, we have probability of A intersection B equal to probability of A into probability of B. Here we have to prove that A complement and B complement are independent. That means we have to prove that probability of A complement intersection B complement equal to എന്ത് പ്രൂവ് ചെയ്യണം? probability of A complement into probability of B complement എന്ന് പ്രൂവ് ചെയ്യണം. A complementum B complementum independent എന്ന് പ്രൂവ് ചെയ്യാൻ probability of A complement intersection B complement equal to P of A complement into P of B complement എന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി സിംപ്ലിഫിക്കേഷൻ we have ഇന്ന് തുടക്കത്തിൽ ഒരു പ്രോബ്ലത്തിൽ സൂചിപ്പിച്ചു. പ്രോബബിലിറ്റി ഓഫ് അകത്തിരിക്കുന്നത് എന്താണ്? ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്യണം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം അല്ലെ. അതുപോലെ എന്താണ്? ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്ന കോംപ്ലിമെന്റിനെ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. എന്ത് ചെയ്താൽ മതി? ഇന്റർസെക്ഷനെ യൂണിയൻ ആക്കിയാൽ മതി. സോ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ എങ്ങനെ എഴുതാം? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം ബൈ ഡി മോർഗൻസ് ലോ. വേണമെങ്കിൽ എഴുതി തരാം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡി മോർഗൻസ് ലോ പറയുന്നത്? എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നത് ഹോൾ കോംപ്ലിമെന്റ് ആക്കുമ്പോൾ ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആക്കി എഴുതുക. ഈക്വൽ ടു വീണ്ടും probability of A complement equal to എന്താണ് ഫോർമുല? 1 minus P of A. കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതുക. അങ്ങനെയാണെങ്കിൽ probability of A union B the whole complement എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus കോംപ്ലിമെന്റ് കളഞ്ഞ് എഴുതുക P of A union B. പരിപാടി കഴിഞ്ഞു. P of A complement 1 minus P of A. അപ്പോൾ P of A union B the whole complement എന്താണ്? 1 minus P of A union B which is equal to 1 minus ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഇതൊന്ന് ഫോർമുല അപ്ലൈ ചെയ്യുക. സോ P of A union B കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. P of A plus P of B minus P of A intersection B is equal to 1. ഈ മൈനസ് ഓപ്പൺ ചെയ്യുന്നു. മൈനസ് P of A. നെക്സ്റ്റ് മൈനസ് P of B. നെക്സ്റ്റ് ഈ മൈനസും കൂടെ പ്ലസ് P of A intersection B. പ്രോബബിലിറ്റി ഓഫ് A intersection B എന്ന് പറഞ്ഞാൽ എന്താണ്? P of A into P of B എന്ന് എഴുതാം. ശരിയല്ലേ? കഴിഞ്ഞു. ഈക്വൽ ടു 1 മൈനസ് P of A. ആദ്യത്തെ രണ്ട് ടേം എഴുതി ചുമ്മാ ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് ഈ ടേമിൽ നിന്നും കോമൺ ആയിട്ട് ഒരു മൈനസ് P of B ഞാൻ ഔട്ട്സൈഡ് എടുക്കുന്നു. എന്ത് ഔട്ട്സൈഡ് എടുക്കുന്നു? ഈ ടേമിൽ നിന്നും ഒരു മൈനസ് P of B. ഇവിടെ നിന്ന് മൈനസ് P of B ഔട്ട്സൈഡ് എടുത്താൽ പിന്നെ 1. ഇവിടെ നിന്ന് P of B ഒരു മൈനസ് കൊടുത്താൽ ബാക്കിയുള്ളത് എന്താണ്? മൈനസ് P of A അല്ലെ. പ്ലസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഒരു മൈനസ് P of B പുറത്തെടുത്താൽ ബാക്കിയുള്ളത് മൈനസ് P of A. കഴിഞ്ഞു. ഇപ്പോൾ നോക്കിക്കോ, ഇവിടെ 1 മൈനസ് P of A, ഈ ടേമിൽ 1 മൈനസ് P of A. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് 1 മൈനസ് P of A ഔട്ട്സൈഡ് എടുക്കുന്നു. അപ്പൊ ഇവിടെ നിന്ന് 1 മൈനസ് P of A, ഈ ടേമിൽ നിന്ന് 1 മൈനസ് P of A ഔട്ട്സൈഡ് എടുത്തു. 1 മൈനസ് P of A മൊത്തത്തിൽ എടുത്താൽ ബാക്കി എന്താ ഉള്ളത്? 1 മൈനസ് ഈ 1 മൈനസ് P of A ഔട്ട്സൈഡ് എടുത്തു. ബാക്കി എന്താ ഉള്ളത്? P of B. പറഞ്ഞ കിട്ടിയായിരുന്നു. ഇതൊരു ടേം, ഇത് മറ്റൊരു ടേം. ഈ ടേമിൽ നിന്നും കോമൺ ആയിട്ട് 1 മൈനസ് P of A ഔട്ട്സൈഡ് എടുത്തു. ഈ 1 മൈനസ് P of A മൊത്തത്തിൽ ഇനി ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ 1 ഉള്ളൂ. മൈനസ് അത് ഇനി ഔട്ട്സൈഡ് എടുത്താൽ അവിടെ P of B. ആൻസർ ആയില്ലേ? വാട്ട് ഈസ് 1 മൈനസ് P of A? 1 മൈനസ് P of A എന്ന് പറഞ്ഞാൽ P of A കോംപ്ലിമെന്റ്. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് P of B എന്തായിരിക്കും? P of B കോംപ്ലിമെന്റ്. എന്ത് കിട്ടി? P of probability of A complement intersection B complement equal to intersection എന്തായി മാറി? into ആയി മാറി. probability of A complement into probability of എന്ത് കിട്ടി? B complement. Therefore A complement and B complement are എന്താണ്? independent events.
അപ്പോൾ ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അടുത്ത് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് then both a complement and b complement are also independent. Question: if a and b are independent events, then prove that probability of at least one of a and b equal to 1 minus probability of a complement into probability of b complement. കഴിഞ്ഞ രണ്ട് പ്രോബ്ലവുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും അതേ പാറ്റേണിലുള്ള ഒരു പ്രൂഫ് ആയതുകൊണ്ട് ഇതൊന്ന് പരിചയപ്പെടുത്തുന്നു. അപ്പൊ എന്താണ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് എങ്കിൽ നമുക്ക് എന്തറിയാം? സിൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് എഴുതാം. Here we have to prove that probability of at least one of A and B equal to ഇതെന്ന് പ്രൂവ് ചെയ്യണം. ഇവന്റെ മാത്തമാറ്റിക്കൽ ഫോം എന്താണ്? പ്രോബബിലിറ്റി ഓഫ് at least one of A and B, at least one of A and B എന്ന് പറഞ്ഞാൽ A or B എന്നാണ് മീനിങ്. A or B എന്ന് പറഞ്ഞാൽ A യൂണിയൻ B. കഴിഞ്ഞില്ലേ? കഴിഞ്ഞ പ്രോബ്ലം പോലെയായി. which is equal to probability of A union B കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. P of A plus P of B minus probability of A intersection B. That is equal to P of A plus P of B minus probability of A intersection B. എങ്ങനെ എഴുതാം? P of A into P of B. കാരണം A യും B യും ഇൻഡിപെൻഡന്റ് ആണ്. equal to small simplification P of A plus P of B. എന്ന് എഴുതുന്നതിന് മുന്നേ നോക്കി ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ട് ഞാൻ എന്ത് ഔട്ട്സൈഡ് എടുക്കുന്നു? ഇവിടെയും P of B, ഇവിടെയും P of B. അത് കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുന്നു. P of B കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ ഇവിടെ എന്തുണ്ട്? 1 മൈനസ് ഇവിടെ P of B പോയി കഴിഞ്ഞാൽ P of A. ഇവിടെ കിട്ടിയായിരുന്നു ഈ ടേമിൽ നിന്ന് P of B കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്താൽ 1 മൈനസ് P of A കിട്ടും. equal to P of A plus P of B into what is 1 minus P of A? നിങ്ങൾക്കറിയാം 1 minus P of A എന്ന് പറഞ്ഞാൽ P of A complement. So 1 minus P of A യുടെ പ്ലേസിൽ എന്ത് കൊടുത്തു? P of A complement. അടുത്ത് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഈക്വൽ ടു 1 മൈനസ് P of A complement into P of B complement. A കോംപ്ലിമെന്റ് കിട്ടി, പക്ഷേ P of B കോംപ്ലിമെന്റ് കിട്ടിയോ? ഇല്ല. അത് ഒപ്പിക്കണം. അതിനുവേണ്ടി സ്മോൾ അഡ്ജസ്റ്റ്മെന്റ്. ഈക്വൽ ടു ഈ P of A ഇങ്ങനെ എഴുതിക്കൂടെ? P of A കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് P of A എങ്കിൽ P of A എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം? ഇത് ഇപ്പുറത്ത് വരുന്നു, ഇത് അപ്പുറത്ത് പോകുന്നു. 1 മൈനസ് P of A കോംപ്ലിമെന്റ് എന്ന് എഴുതിക്കൂടെ? P of A complement equal to 1 minus P of A എങ്കിൽ P of A എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus P of A complement എന്ന് എഴുതാം. So P of A യുടെ പ്ലേസിൽ 1 minus P of A complement എന്ന് എഴുതി. പ്ലസ് ഇവിടെ എന്തുണ്ട്? P of B into P of A complement equal to 1 അതുപോലെ എഴുതി. നെക്സ്റ്റ് ഈ ടേമിൽ നിന്നും ഒരു മൈനസ് P of A complement ഔട്ട്സൈഡ് എടുക്കുക. ഇവിടെ നിന്ന് മൈനസ് P of A complement ഔട്ട്സൈഡ് എടുത്താൽ 1. അതേപോലെ ഇവിടെ നിന്ന് P of A complement ഒരു മൈനസും പുറത്തെടുത്തു. പിന്നെ എന്താ ഉള്ളത്? മൈനസ് P of B. സംഗതി കഴിഞ്ഞില്ലേ? equal to 1 മൈനസ് ഇത് അതുപോലെ P of A complement into what is 1 minus P of B? നിങ്ങൾക്കറിയാം 1 minus P of A, P of A complement എങ്കിൽ 1 minus P of B എന്താണ്? P of B complement. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? Probability of at least one of A and B equal to 1 minus P of A complement into P of B complement. Just ഒന്ന് എഴുതി പഠിക്കുക, അത്ര ഇമ്പോർട്ടന്റ് അല്ല. Important question, higher secondary question. Probability of A equal to 0.3, probability of B equal to 0.6. Then find probability of A and B. Second one, probability of A or B. Third one, probability of A and not B. Fourth one, probability of neither A nor B, where A and B are independent events. നിങ്ങൾക്കറിയാം, since A and B are independent events, probability of A intersection B equal to P of A into P of B. Now, first part, we have to find probability of A and B. That is equal to probability of A and എന്ന് പറഞ്ഞാൽ എന്താണ്? intersection B. A and B എന്ന് പറഞ്ഞാൽ A intersection B, which is equal to എന്താണ്? തൊട്ട് മേളിലുണ്ട് P of A into P of B. That is equal to എല്ലാം നമുക്കറിയാം. P of A 0.3 into 0.6. P of B എന്താണ്? 0.6. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 into 3 18. 2 decimal place മാറ്റി ഡോട്ട് ഇടുക. 0.18.
സോ ആൻസർ എന്താണ് 0.18 കിട്ടി മാർക്ക് 1. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താണ് വി ഹാവ് ടു ഫൈൻഡ് പി ഓഫ് എ യൂണിയൻ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഒത്തിരി പ്രാവശ്യം അപ്ലൈ ചെയ്ത ഫോർമുല ഈക്വൽ ടു പി ഓഫ് എ എന്താണ് 0.3 പ്ലസ് പി ഓഫ് ബി എന്താണ് 0.6 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.18 എന്ത് കിട്ടും? ഞാൻ നേരത്തെ പറഞ്ഞു 0.30 0.60 ആഡ് ചെയ്താൽ 0.90 0.90 ഇന്ന് 0.18 സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? 0.90 ഇന്ന് 18 0.72 കിട്ടും. ശരിയല്ലേ? 0.72 റൈറ്റ്. 0.30 plus 0.60 that is 0.90 അതിൽ നിന്ന് 0.18 സബ്ട്രാക്ട് ചെയ്താൽ 0.72 അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഈസി യു നോ പ്രോബ്ലം. തേർഡ് പാർട്ട് we have to find probability of A and not B. എന്താണ് ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം? പ്രോബബിലിറ്റി ഓഫ് A and എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ, not B എന്ന് പറഞ്ഞാൽ എന്താണ്? B കോംപ്ലിമെന്റ് which is equal to ഫോർമുല നിങ്ങൾക്കറിയാം. Probability of A intersection B complement equal to probability of A minus probability of A intersection B. ശരിയല്ലേ? Probability of A and not B. A എഴുതി and എന്ന് പറഞ്ഞാൽ intersection, not B എന്ന് പറഞ്ഞാൽ B complement. ഇത് കാണുന്ന ഫോർമുല നമുക്കറിയാം. ഇനി വാല്യൂസ് കൊടുത്താൽ മതി. P of A എന്തായിരുന്നു? 0.3 minus probability of A intersection B that is equal to 0.18. 30 നിന്ന് 18 കുറച്ചാൽ 12. 2 ഡെസിമൽ പ്ലേസ് മാറ്റി ഡോട്ട് ഇടുക. കഴിഞ്ഞു. 0.12. ലാസ്റ്റ് പാർട്ട് ഇമ്പോർട്ടന്റ് വൺ. പ്രോബബിലിറ്റി ഓഫ് നെയ്തർ എ nor B is equal to probability of neither A nor B എന്ന് പറഞ്ഞാൽ not A and not B എന്നാണ്. So not A and not B എന്ന് എഴുതാം. പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ആകുന്നതാണ്. ഓ neither A nor B എന്ന് പറഞ്ഞാൽ എന്താണ്? എയിലുമില്ല ബിയിലുമില്ല. That means probability of not A and not B. ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെയും ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം. Which is equal to probability of not A. Not A എന്ന് പറഞ്ഞാൽ എന്താണ്? A complement. And എന്ന് പറഞ്ഞാൽ എന്താണ്? Intersection. Not B എന്ന് പറഞ്ഞാൽ എന്താണ്? B complement. അതിന്റെ മാത്തമാറ്റിക്കൽ ഫോം P of not A A complement and intersection not B B complement equal to ഇവിടെ എയും ബിയും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ് എങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും എന്താണ്? ഇൻഡിപെൻഡന്റ് ആണെന്ന് അറിയാം. അതുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ ജസ്റ്റ് ഇങ്ങനെ എഴുതാം. P of A complement into P of B complement എന്ന് എഴുതിക്കൂടെ? എയും ബിയും ഇൻഡിപെൻഡന്റ് എങ്കിൽ കുറച്ചു മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തു. എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ്. എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ എങ്ങനെ എഴുതാം? P of A complement into P of B complement എന്ന് എഴുതാം. ഇനി what is P of A complement? തുടക്കത്തിൽ കണ്ടുപിടിച്ച് വെക്കേണ്ടതായിരുന്നു. P of A complement എന്ന് പറഞ്ഞാൽ 1 minus P of A that is equal to P of A 0.3 1 minus 0.3 that is equal to 0.7. Similarly, what is P of B complement? 1 minus P of B. P of B എന്താണ്? 0.6 that is equal to എന്ത് കിട്ടും? 0.4 എന്ന് കിട്ടും. ശരിയല്ലേ? ഇനി അവിടെ കൊടുത്താൽ പോരെ? P of A complement that is 0.7 into what is P of B complement that is 0.4 multiply ചെയ്താൽ 0.28 എന്ന് കിട്ടും. സംഗതി സിമ്പിൾ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. നിർബന്ധമായിട്ടും എഴുതി പഠിക്കുക. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് നോട്ട് ബി, പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു ഫോർമുല ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല. നേരത്തെ പഠിച്ചു എയും ബിയും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ എയും ബി കോംപ്ലിമെന്റും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ എങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു? പ്രോബബിലിറ്റി ഓഫ് A intersection B complement equal to P of A into P of B complement എന്ന് എഴുതിയിട്ട് സിംപ്ലിഫൈ ചെയ്താലും ഈ ആൻസർ തന്നെ കിട്ടും. ഇവിടെ സിംപ്ലിഫിക്കേഷൻ എളുപ്പമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ ഡിമോർഗൻസ് ലോ ഒക്കെ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും. ജസ്റ്റ് ഒന്ന് നോക്കുക.
ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എഴുതി പഠിക്കൂ, തീർച്ചയായും എക്സാമിനേഷന് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരൊറ്റ എപ്പിസോഡ് കൂടി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയ പോസ്റ്റുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.